അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുംഭകോണത്ത് ഞാൻ ട്രെയിൻ സംഭവം 1-2 ദിവസമൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉള്ളത് നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ദിവസങ്ങളാണ്. കുംഭകോണത്ത് വേണമെങ്കിൽ ഇപ്പൊ എനിക്കൊരു ഫാമിലി ഉണ്ടെന്ന് തന്നെ പറയാം. അമ്മേന്റെ വക സാമ്പാർ സാധവും പാഴ്സലാക്കി തന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ ഞാൻ വിശന്നിരിക്കണ്ടെന്ന് വെച്ചിട്ട് തന്നതാണ് അമ്മ. അത് എന്തായാലും നന്നായി. ട്രെയിൻ ഇറങ്ങി ബസ്സും കാത്തു നിന്ന് ബസ് കയറിയ വെറും 1 മണിക്കൂർ ബസ്സിൽ അങ്ങ് നിൽക്കണ്ട. സാമ്പാർ സാധം അല്ല ഉള്ളി കിടക്കണേ പുഷ്പം പോലെ നിന്നു. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ബസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് സീറ്റ് കിട്ടി. ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സീറ്റ് എന്തോ ഭയത്തിന് ബുക്ക് ചെയ്തുകൊണ്ട് എന്നെ പോലെ തന്നെ KSRTC റിസർവേഷൻ ഉള്ള കാര്യം അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. പഴയ പോലൊന്നുമല്ല, KSRTC ഒക്കെ അപ്ഡേറ്റ് ആയി. പക്ഷെ ഞാൻ അപ്ഡേറ്റ് ആയതിനു ശേഷം ലേറ്റ് ആയിട്ട് ഇപ്പൊ UPI പേയ്മെന്റ്സ് വരെ കുറച്ച് അധിക ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പം എനിക്ക് നമ്മുടെ മുന്നിത്തെ സീറ്റും ഗുഡ് ഡേ ബിസ്ക്കറ്റും. ഏതാ മൂഡ്? വിശപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ടാ മൈൻഡ് ആക്കണം. ഞാൻ പിന്നെ ഇൻവേർട്ടർ ഒന്നും അല്ലാത്തതുകൊണ്ട് അടുത്തായാലും വന്നിരുന്ന ഞാൻ വെറുതെ അത് കുറച്ച് ലോങ് ജേണി ആണ് പറയണ്ട. ബസ് ഇറങ്ങി കഴിഞ്ഞപ്പം എന്നെ എന്റെ ചേട്ടൻ പിക്ക് ചെയ്യാൻ വന്നു. ചടപടേന്ന് ഞങ്ങള് വീട്ടിലെത്തിയപ്പോ സ്വാഭാവികമായിട്ടും നല്ല വിശപ്പുണ്ട്. വെളുപ്പിന് 4 മണിക്ക് നല്ല ചൂട് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ. അവനെ അകത്താക്കി ഇനി രാത്രിത്തെ ഉറക്കം മൊത്തം തീർക്കണം. എന്നിട്ട് നെക്സ്റ്റ് ഡേ പരിപാടി. ഇപ്പൊ കാണാം. ശരി എന്നാ.